എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കാശ്മീർ യാത്രയിൽ നമ്മളിപ്പോൾ കർണാടകയിലാണ്. കർണാടകയിലെ ബീജാപ്പൂരാണുള്ളത്. അപ്പം രാവിലെ നല്ല തണുപ്പും വലിയ വെയിലൊന്നുമില്ല, ചൂടൊന്നുമില്ല, നല്ല കാറ്റും ഇളം കാറ്റല്ല, സ്ഥലം കൂടുതലുണ്ട്. ഇളം കാറ്റിൽ തേങ്ങാക്കുലകളാണ്. പിന്നെ അപ്പം അതെ, അവിടെ നമുക്ക് ഇതുണ്ട്, അവിടെ കുറച്ച് ചെറിയൊരു കാഴ്ച കണ്ടിട്ട് വരാം, അവിടെ പോയിട്ട് വരാം, എന്നിട്ട് എടുക്കാം. ഇതുണ്ട്, ഇവരെല്ലാം ഈ പണിക്കാരാണ്, കൃഷിപ്പണിക്ക് വേണ്ടിയിട്ട് പോകുന്ന. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഈ ട്രാക്ടറിലാണ് പോകുന്നത്. അവരവിടെ രാവിലെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നിർത്തിയതാണ്. എല്ലാവരും ഫുഡൊക്കെ വെച്ച് കഴിച്ച് മഴ പെയ്യുന്നതുകൊണ്ട് അതേ പെട്ടെന്ന് പടുതയെല്ലാം എടുത്തിട്ട് മൂടുക. ഇവർ ഓരോ സ്ഥലങ്ങളിൽ പോയി താമസിച്ച് അവിടെ ഇങ്ങനെ തമ്പടിച്ച് താമസിച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാ സാധനവും ഉണ്ടല്ലോ, ബൈക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. എത്ര ട്രാക്ടറാന്ന് നോക്കിയേ. ഇവർ മഹാരാഷ്ട്രയിലെ ജാൽനയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇവർ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഞാനോർത്ത് ഇവിടെ ഈ കർണാടകയിൽ എവിടെയെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്നതാണെന്നാണ് ഓർത്തത്. ഇവർ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിൽ കരിമ്പ് കൃഷിക്ക് വേണ്ടി പോകുന്ന ആൾക്കാരാണ്. ഇനിയിപ്പം 6 മാസം കഴിഞ്ഞാൽ ഇവർ തിരിച്ച് നാട്ടിലേക്ക് വരുള്ളൂ. ഞാൻ അവിടെ ഒരാളോട് ചോദിച്ചു, വേറെ ഒക്കെ പെറുക്കി അടുപ്പ് കൂട്ടി പാചകമാ. അപ്പൊ ഇവരുടെ പാവങ്ങളുടെ കാരവന ഇത് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഫുഡ് വെച്ച് കഴിച്ച് അതേ കിടന്ന് ഉറങ്ങി എല്ലാ സംഭവം ഉണ്ട്. അങ്ങനെ ഇവർ യാത്ര ചെയ്യുന്നത്. എത്ര ട്രാക്ടർ ഉണ്ടെന്ന് നോക്കിയേ. ഒരുപാട് വണ്ടികളുണ്ട്. അതേ അപ്പുറം 2-3 കിടപ്പുണ്ട്, അപ്പുറം കിടപ്പുണ്ട്. ഇത് ഈ സമയത്ത് കൃഷി തുടങ്ങിയ സമയത്ത് മിക്കവാറും ഇങ്ങനെ ഇതിലേ പോകുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. തമിഴ്നാടിനാണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ ഓർത്ത് ഈ കർണാടകയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. ഇത് അവിടെ പോയി താമസിച്ച് കൃഷി ചെയ്ത് കരിമ്പ് വിളവെടുത്ത് കരിമ്പ് വെട്ടി കൊടുത്തിട്ടേ പോരത്തുള്ളൂ. ഓരോ ഫാമിലിയാ. വീട്ടിലെ കുഞ്ഞു പിള്ളേർ തൊട്ട് അതുകൊണ്ടില്ലേ, കൊച്ചു പിള്ളേരൊക്കെ നടക്കുന്നത് എല്ലാവരും ഉണ്ട്. പിന്നെ വളർത്തു മൃഗങ്ങളുണ്ട്, അതിനെയൊക്കെ കൊണ്ടുപോകും. ഇതുണ്ട്, ഇതിനകത്ത് ആട്ടുകുഞ്ഞൊക്കെ ഉണ്ട്. ആട്ടുകുഞ്ഞ്, ബൈക്ക് ഉണ്ടല്ലോ. തീറ്റയും കെട്ടിയിട്ടുണ്ട്, ആട്ടും കൂടാക്കി. അതിനകത്ത് വിറക് കൊണ്ടല്ല, ഈ ചുള്ളിക്കമ്പൊക്കെ ഇവര് പിറക്കിയും കത്തിക്കും. ഇതുണ്ടോ, ആ വണ്ടിക്ക് അടിയിലിരുന്ന പാചകം ചെയ്യുന്നത്. മഴ പെയ്യാൻ തുടങ്ങുന്നതുകൊണ്ടേ, കാറ്റും മഴയൊക്കെ അല്ലേ. ചപ്പാത്തി ഉണ്ടാക്കുക. അതെ, നമ്മൾ ചായ കുടിച്ചിട്ട് പോകാം അല്ലേ. അവിടെ കയറി ചമ്രം പറഞ്ഞിരിക്കണം. അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് ഇങ്ങനെ ഇരിക്കാം, അതേ പറ്റുള്ളൂ. അത്ര വഴങ്ങുള്ളൂ. അതാ യോഗ ചെയ്താൽ മതി. യോഗയ്ക്ക് പോകണം. നാട്ടിൽ ചെന്നിട്ടാണ് യോഗയ്ക്ക് പോകാം. യോഗ ശീലമാക്കൂ. അവിടെ ഇരിക്കുന്ന മരത്തിൻ്റെ ചോട്ടിലിരിക്കുന്നു. എവിടെയാണോ ഇരുന്നു, ഇങ്ങോട്ട് കയറി ഇരുന്നു. അവിടെയാണ് കൂട്ടിനാളുണ്ട്. ഇത് ആ സൈഡിൽ ഇരുന്നാൽ മതി. അവിടെ അതെല്ലാം പലക ഇരിപ്പുണ്ട്. അത് കഴിക്കുന്നവരായിരിക്കുന്നത്. അല്ല പിന്നെ ഇവിടെ തന്നെ ഇരിക്കാം. എന്നാ ഇവിടെ ഇരിക്കാം. ഇതുണ്ടോ? കുഴപ്പമില്ല. അതിൻ്റെ ഫ്രണ്ടിലോട്ട് ആ പലകം വെച്ച് ഫുഡ് കഴിക്കാനാണ്, അതിലോട്ട് വെച്ച് കഴിക്കാം. അങ്ങനെ ഇരുന്നാ കഴിക്കുന്നേ. മധുരം കൂടിപ്പോയി, ഇത്ര മധുരം വേണ്ടായിരുന്നു. ഞാൻ പ്രത്യേകം മധുരം കുറച്ചെന്ന് പറഞ്ഞതാ. അപ്പൊ ശകലം കുറച്ചിട്ടുണ്ട് അവര്. അപ്പൊ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എങ്ങനെ? അപ്പൊ ഇവിടെ ഡ്രൈവർമാർക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ ടാങ്ക് ഉണ്ട്. ടാങ്ക് നിറച്ച് വെള്ളം അടിച്ചിട്ടുണ്ട്. വേണേ അവിടെ കുളിക്കാം. പോയേക്കാം, നമുക്ക് മുന്നോട്ട് നോക്കാം. അവിടെ എന്നാ മുന്നോട്ട് നോക്കാം. പോട്ടെ. അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. നീ അവിടെ അങ്ങോട്ട് പോയില്ലേ ഫോൺ ചെയ്യാൻ? പുള്ളി എന്നോട് ചോദിച്ചു, നിങ്ങൾ ടിൻസ് ആണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ടിൻസ് ഒന്നും അല്ല, എൻ്റെ അനിയൻ 5 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ട്വിൻസ് ആണെന്ന് കണ്ടാ പറയുള്ളൂ പറഞ്ഞു. അതെന്നാ മുട്ട അടിച്ചേക്കുന്നതുകൊണ്ടാ. അതെ, ഇപ്പൊ ഒരേപോലെ ഇരിക്കുന്നു. അതെ. എല്ലാരും ചേട്ടനാണോന്നാ സാധാരണ ചോദിച്ചിട്ടുള്ളത്. അതെന്റെ മുഖത്തുള്ള പക്വതയും കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുന്നതല്ല ചേട്ടനാണോ. അത് മനസ്സിലായി. പക്ഷെ എന്നാ പോയേക്കാം. എല്ലാം പുതിയ ചേസ് പോന്ന ബെസ്റ്റ് ചേസാ എല്ലാം. അതുണ്ട്, അത് പുതിയ ബസ്സാണല്ലോ. സെലോലൻ്റെ പുതിയ വണ്ടിയാണ്. പക്ഷേ ഇതേ വെളിയിലേക്ക് വല്ലതും കയറ്റി വിടാനുള്ള വെളിയിലേക്കാണെന്ന് എനിക്ക്. അല്ല, റൈറ്റ് ഹാൻഡ് തന്നെയാ. റൈറ്റ് ഹാൻഡ് ഉള്ള രാജ്യങ്ങളില്ല. അതെ. ആ കിടക്കുന്നതെല്ലാം ഫ്രൂട്ട്സ് വണ്ടിയാണ്. മുന്തിരി ആയിരിക്കും. അതെ, മുന്തിരി വണ്ടികളാണെന്ന് തോന്നുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതായിരിക്കും. മഹാരാഷ്ട്രയിൽ അല്ലല്ല, കാലിപ്പെട്ടിയാ കേട്ടോ. കാലി ബോക്സാ. കാലി ബോക്സുമായിട്ട് മുന്തിരി കയറ്റാൻ വേണ്ടി പോകുന്ന. മുന്തിരിയോ തക്കാളിയോ എടുക്കാൻ പോകുന്നത്. അല്ലെ ഓറഞ്ച്. അതെ. ഇതുണ്ടോ, ചോളവും സൂര്യകാന്തിയും കൂടെ വെച്ചേക്കുന്നത്. ഇത് ഇങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല. അതെ, ഇതിനകത്ത് ഏതാ ഇടവേള കൃഷി? ഇടവേള കൃഷി. ഇടവേള ഏതാണെന്ന് ഒരു പിടിയില്ല. ഇഷ്ടം പോലെ വെള്ളം. പക്ഷെ ഒഴുകുന്നേ ഇല്ല കേട്ടോ. കെട്ടിക്കിടക്കുന്ന പോലെ ഒഴുക്കില്ല. അതെ, ഒഴുക്ക് വളരെ കുറവാണ്. നദിയുടെ 2 സൈഡിലും കണ്ടോ കൃഷി സ്ഥലങ്ങളാണ്. ആ 2 സ്ഥലം മാത്രമല്ലല്ലോ, ബാക്കി മൊത്തം കൃഷി സ്ഥലങ്ങളല്ലേ. എല്ലാം കൃഷി സ്ഥലങ്ങളാണ്. അതെ, പ്രത്യേകിച്ച് പിന്നെ നദിയുടെ തീരത്ത് ഇച്ചിരൂടെ നല്ല പച്ചപ്പുണ്ട്, വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട്. കുടല സംഗമ 8 കിലോമീറ്റർ, ബാഗൽകോട്ട് 44 കിലോമീറ്റർ. അതിലെ ലെഫ്റ്റിലേക്ക് മറിഞ്ഞു കിടക്കുന്നത്, ഇടിച്ച് മറിഞ്ഞ കേട്ടോ. ഈ വണ്ടിയായിട്ട് ഇടിച്ചിട്ട് ആ വണ്ടി മറിഞ്ഞതാണ്.
ഇത് 10 വീലും അത് 14 വീലും. അതെ, അത് 14 12 വീലാ കേട്ടോ. 12 ആ 12 12. ഈ കുടല സംഗമയിൽ ഒരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രവും ആശ്രമമൊക്കെ ഉണ്ട്. അത് അവിടെ ഈ കൃഷ്ണാനദിയും മലപ്രഭാ നദിയും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ്. അതാണ് കുടല സംഗമം എന്നറിയപ്പെടുന്നത്. ഈ സമയത്ത് വരുമ്പോൾ ഇഷ്ടം പോലെ ആടുകളുണ്ട് വഴി സൈഡിലെല്ലാം. അല്ലെങ്കിൽ എന്നും അങ്ങനെ അത്രയും ആടുകളെ കാണാറില്ല. നല്ല സൂര്യകാന്തിപ്പാടം. ഈ വണ്ടികളെല്ലാം സിംഗിൾ ഡ്രൈവർമാരാണ്. എല്ലാ വണ്ടിയിലും സിംഗിൾ ഡ്രൈവറേ ഉള്ളൂ. അൽമാട്ടി ഡാം അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോകണം. വെൽക്കം ലാൽ ബഹദൂർ ശാസ്ത്രി ജലാശയ. ആ അങ്ങ് അകലെ കാണുന്നതാണ് അൽമാട്ടി ഡാം. ഈ അൽമാട്ടി ഡാമിൻ്റെ ഒഫീഷ്യൽ നെയിം ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം എന്നാണ്. കൃഷ്ണ നദിയിലാണ് ഈ അൽമാട്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ജലസേചനത്തിനും വൈദ്യുതിക്കും വേണ്ടിയിട്ടാണ് ഈ ഡാം നിർമ്മിച്ചേക്കുന്നത്. ഈ അൽമാട്ടി ഡാമേ കർണാടകയിലെ ഒരു വലിയ ഡാമാണ് ഇത്. 3.5 കിലോമീറ്റർ നീളവും 52 മീറ്റർ പൊക്കവും ഉണ്ട്. 3.5 കിലോമീറ്റർ നീളമുണ്ടോ? ഈ സ്ഥലപ്പേരാണ് നെഡ്ഗുണ്ടി. ഇവിടെ മഹാരാഷ്ട്രയോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ മഹാരാഷ്ട്രക്കാർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കർണാടക മഹാരാഷ്ട്രയുടെ ബോർഡറിലേക്ക് മഹാരാഷ്ട്ര ലുക്ക ചായയുണ്ട്. അതെ, മഹാരാഷ്ട്രക്കാരുണ്ട് ഇവിടെ. മറ്റേ വൈറ്റ് തൊപ്പിയൊക്കെ വെച്ച് മഹാരാഷ്ട്രയുടെ ട്രഡീഷണൽ തൊപ്പിയില്ലേ ഒക്കെ വെച്ചുള്ള ആൾക്കാരുണ്ട് അവിടെ. അതിൽ ഈ ബീജാപ്പൂർ ഷോളാപ്പൂർ സൈഡിലുള്ള കർണാടക ബോർഡറിലുള്ളവർക്കും എല്ലാവർക്കും മറാഠി അറിയാം. മറാഠിയും കന്നഡയും അവർക്കും അറിയാൻ തോന്നുന്നു. മറാഠിയും കന്നഡയും ഹിന്ദി അറിയാം. ഒരു ലോഡ് തടി പോന്നു. തേക്കും തടിയാണോ? തേക്കൊന്നുമല്ല, പാഴ്തടികളാ. വിറകിനുള്ളതാന്ന് തോന്നുന്നല്ലേ? വിറകിന് തന്നെ ആയിരിക്കല്ലോ. ഇതൊക്കെ പ്ലൈവുഡ് ഉണ്ടാക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോ വിറകിനാന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം കൊണ്ടുനടന്നിരുന്ന MH വണ്ടിയില്ലേ, അതിന്റെ പോലെ ഇതിന്റെ ഫ്രണ്ട്. അതെ, കറക്റ്റാ. അതെ, പഴയ വണ്ടിയാ, ഡബിൾ ക്ലച്ച് വണ്ടി അത്. അതെ, ആ മോഡൽ തന്നെ വണ്ടി. ഇതേ വണ്ടിയാണ്. അതെ, ഇത് ഗുജറാത്ത് വണ്ടിയാ. ഗുജറാത്തിന് പോകുന്നതാന്ന് തോന്നുന്നു. ഇത് കമ്പനി ഗുജറാത്തിലാന്ന് തോന്നുന്നു അല്ലേ? അല്ല, മധ്യപ്രദേശിലുണ്ട് കമ്പനി. ആണോ? മധ്യപ്രദേശിലുണ്ട്, പിന്നെ വേറെ എവിടെയൊക്കെയോ ഉണ്ട്. പല കമ്പനികളാണല്ലോ. അത് തന്നെയല്ലേ ഇത് ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് കയറ്റി വിടുന്നുണ്ട്. കപ്പലോ? കപ്പലായിരിക്കും. അത് കണ്ടോ, അതെന്നാ നോക്കിയേ. അല്ല, മിസൈലും ആണോ? പുട്ടുപറ്റി. ഇതും കാറ്റാടികളുടെ ഒരു യാടാ. ഇതൊക്കെ പുതിയ യാടാ. ഇപ്പം നമ്മൾ ഈ വന്ന വഴിക്ക് ഒത്തിരി യാട് കണ്ടു കേട്ടോ. ഇതുവരെ വഴി തിരക്കായില്ലായിരുന്നു. ഇപ്പം നോക്കിയാൽ എന്ത് വണ്ടികളാണ്. കുറേ നേരമായി ഇവിടെ ബ്ലോക്കായി നിൽക്കാൻ തുടങ്ങി. പുറകോട്ട് പോട്ടെ. കുറേ വേറൊരു വണ്ടിയുണ്ട് ഇതുപോലെ തന്നെയുള്ള. പോട്ടെ. ചെറു റൈറ്റ് പിടിച്ചോ. എന്നറിയോ, അന്നേരം ഇതിനിടയ്ക്കൂടെ ആ വണ്ടി അങ്ങ് എടുക്കായിരിക്കും. പോട്ടെ. അവർ വരുന്ന ആ വണ്ടിയുടെ, ആ ചെറിയ വണ്ടിയുടെ, അത് ചെറിയ ടെമ്പോയാ. ടെമ്പോ എന്ന് പറഞ്ഞാൽ തീർത്തല്ല, എനിക്കൊന്ന് 8 ടൺ വണ്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ടാഗ് വ്യത്യാസമുണ്ട്. ചെറിയ വണ്ടിയുടെ ടാഗാണെന്നാണ് ഇവർ പറയുന്നത്. നല്ല മഴ വരുന്നുണ്ട്. പക്ഷേ പുറകിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം നനഞ്ഞാണ് വരുന്നത്. അവിടെ മഴയാന്ന് തോന്നുന്നു. ഈ സൈഡിൽ നിന്ന് നല്ല കാറ്റാണ്, ശക്തമായ കാറ്റാണ്. ഇപ്പോൾ ബീജാപ്പൂരെത്തി. അതായത് പുതിയ പേര് വിജയപുര. ഇവിടെ വലിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. വിജയപുര നഗരസഭയിലേക്ക് സ്വാഗതം. നമ്മൾ ഹുബ്ലിയിൽ നിന്ന് ബീജാപ്പൂർ വരികയാണെങ്കിൽ ആ വഴിക്ക് വരും. ഇവിടുന്ന് അങ്ങോട്ട് പോകണം, ലെഫ്റ്റിലേക്ക് പോകണം. ബീജാപ്പൂർ ടൗണും അങ്ങോട്ടാണ്, ടൗണിലേക്കുള്ള വഴിയാണ് കിടക്കുന്നത്. ഇവിടെ എപ്പോഴും ഇതൊരു ക്രോസിങ് ആയതുകൊണ്ട് ഇവിടെ എപ്പോഴും തിരക്കാൻ ഉൾപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഫ്ലൈ ഓവർ വരുന്നത്. അപ്പോൾ NH 50 അവിടെ നിന്ന് തീർന്നു. ഇനി നമ്മൾ NH 52 കൂടെയാണ് ഇനി പോകുന്നത്. പടിപടിയായിട്ടാണല്ലോ കയറുന്നത്. അതെ, 48 നിന്ന് ഇറങ്ങി 50 വന്നു. 50 നിന്ന് 52 രണ്ട് വെച്ചുള്ള ഇരട്ടിപ്പാണ് വരുന്നത്. അതെ, 48, 50, 52. ഓടിക്കണോ? വേണ്ട, ഞാൻ ഓടിച്ചോളാം. ഇതെന്നാന്നോ, ഇവിടെ ആണെ ഇങ്ങനെ പുറം ഒന്ന് ചാരിയിരിക്കുക. അവിടെ വന്നിരുന്ന അത് നടക്കുകയല്ല. ചാരില്ലാതിരിക്കാൻ പറ്റിയല്ലേ? ചാരില്ലാതിരുന്ന നടുവേദന എടുക്കും. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല ഇരിപ്പാ. പിന്നെ ചുമ്മാ ഇരിക്കുന്നതിലും സുഖം ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് വണ്ടി ഓടിക്കുന്ന സുഖം. അതെ, BDLA ലോഡ് മധ്യപ്രദേശിൽ നിന്ന് വരുന്നത്. ഹൈവേ തിരിച്ചാ മഴ പെയ്യുന്നത്. NH 50 മഴയുണ്ടായിരുന്നു. ഇത് താലൂക്ക് വേറെ, അതുകൊണ്ടാണ്. 52 കയറിയപ്പോൾ ഇതേ മഴയില്ല. ഇതെല്ലാം വർക്ക്ഷോപ്പ് ഏരിയ. ലോറികളെല്ലാം പണിയുന്ന വർക്ക്ഷോപ്പുകൾ ഇവിടെ എല്ലാം. ഇഷ്ടംപോലെ ലോറികളുണ്ട്. അത് പാർക്കിംഗ് ആട്ടോ അപ്പുറം കാണുന്നത്. ലോറി ബുക്കിംഗ് ഓഫീസാണെന്ന് തോന്നുന്നു. അത് ബുക്കിംഗ് ഓഫീസാണെന്ന് തോന്നുന്നു. ഈ വഴിക്ക് നമ്മൾ വരുമ്പോഴേ കാറ്റാടി വണ്ടികൾ അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും വരുന്നുണ്ട്. അതെന്നെ അങ്ങനെ പോകുന്നതെന്നുള്ള മനസ്സിലാകാത്ത. ചിലപ്പം വേറെ കമ്പനികളായിരിക്കാം, അല്ലെങ്കിൽ യാർഡ് ചിലപ്പം ഈ ഭാഗത്തുള്ള അവിടെ ആ സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും. നോക്കി എത്ര വണ്ടി കിടക്കുന്നത്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ആകാം. ചിലപ്പോൾ അങ്ങനെ ആവാം. വണ്ടികൾ എത്ര എണ്ണോ കിടക്കുന്നതെന്ന് നോക്കി. എല്ലാത്തിൻ്റെയും കൂടെ ഒരു കാറും ഉണ്ട് കേട്ടോ. അതെല്ലാ വണ്ടിക്കും ഓരോന്നുണ്ട്. പൈലറ്റ് വണ്ടിയുണ്ട്.
കുറച്ച് പേര് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. നിർത്തി കൊടുത്തേര്. ഒരാൾ ഒരു കാളയും ഒരു എരുമയും ഒരു ക്ലാവും ഉണ്ടല്ലോ. എരുമക്കിടാവ്. ആ, ഇത് മറ്റേ ഇത് ചെമ്മരിയാടും അത് വേറെ ഏതോ ഇനമാണ്. ഈ ആടൊക്കെ ഒരുപാട് ഇനമുണ്ട്. ഇതെല്ലാം നമുക്കറിയത്തില്ല. ഈ എല്ലാ ആടുകളുടെ എല്ലാം കൂട്ടത്തിൽ ഇത് ഇവിടെ ഒരു എരുമ, 2 എരുമയുണ്ട്. അത് കാവലിനായിരിക്കും. കാവലാണോ ഇനിയും വീട്ടുകാരുടെ എരുമയായിരിക്കും. എന്നാൽ 2 എരുമയും ബാക്കി ആടുകളുമായിരിക്കും. ഡാബ എവിടെ ഉണ്ടെങ്കിലും അവിടെ ഒരു ടയർ കടയും കാണും. ഇപ്പം ഈ നമ്മുടെ ആഡ് ബ്ലൂവിൻ്റെ ഒരു ചെറിയൊരു യൂണിറ്റും കാണും ഇവിടെ. ചേർന്ന്. ആ, അപ്പം അത് രാത്രിയിലും എല്ലാം ഉണ്ട്. ഇതുണ്ട്, ഇവിടെ ഉണ്ട് ആഡ് ബ്ലൂ. വണ്ടിക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ വേണ്ടത്. അതെ, അത് ശരിയാണ്. പക്ഷെ ഇതിപ്പോൾ ലോറികൾ കൂടുതൽ ഓടുന്ന ഹൈവേയിലേ ഉള്ളു ഇത് കേട്ടോ. ഇതുണ്ട് ഒരു ട്രാക്ടറെ പോകുന്നത്. എത്ര പേരാന്ന് നോക്കി. ലേഡീസ് കമ്പാർട്ട്മെൻറ്റും ജെൻസും വേറെ വേറെ കേട്ടോ. അതെ, ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ബാഗിൽ മുന്തിരിത്തോട്ടമാ. ഇത് മറ്റേ പച്ചമുന്തിരിയാ കേട്ടോ. ആ, ഇവിടെ എല്ലാം ഉള്ളത് ഈ മറ്റേ ചെറിയ പച്ചമുന്തിരി. ഇത് ആവുന്നുള്ളൂ. ഇത് വെട്ടി വിട്ടിട്ടേ വളർന്നു വരുന്നുള്ളൂ. ആട്ടിടയം കണ്ടോ, ഇടയകളാ കേട്ടോ, ഇടയമാർ. അതെ, മഴ ഇങ്ങോട്ടും വന്നു കേട്ടോ. തകർപ്പൻ മഴ, നല്ല മഴയായിരുന്നു. നടക്ക് ഈ ചെടി വെച്ചേക്കുന്നുണ്ടോ? ആ, അത് നല്ല. രാത്രി വെട്ടം അടിക്കുകയല്ല. ആ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ലൈറ്റ് അടിക്കുകയല്ല. നല്ലതാ. പൂനെ 299, സോളാപ്പൂർ 49. ജൽക്ക് 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കർണാടക ഓടി തീരുക. കർണാടകയുടെ ബോർഡർ RTO ചെക്ക് പോസ്റ്റാണ് മുന്നിൽ. ഇതിലെ ഇറങ്ങി അങ്ങ് കയറിപ്പോൾ. ഇപ്പം ജൽക്കി ബോർഡർ എന്ന് പറയുന്ന ഇതാണ്. ആ, കറക്റ്റ് സ്ഥലപ്പേര് ജൽക്കി എന്നല്ല, വേറൊരു സ്ഥലമാണ്. ഞാൻ സ്ഥലപ്പേര് മറന്നുപോയി. ജൽക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത മഹാരാഷ്ട്ര. വണ്ടിക്കാർക്കുള്ള വെള്ളമാണ്, കുടിവെള്ളം ഫിൽട്ടർ ചെയ്ത വെള്ളമായിരിക്കും. നമ്മൾ ഈ പോകുന്ന NH52 ഉണ്ടല്ലോ, ഏകദേശം 2300 കിലോമീറ്റർ നീളമുള്ള ഒരു ഹൈവേ ആണ്. ഇത് എവിടെ നിന്ന് അങ്ങോട്ടുള്ള? അതായത് പഞ്ചാബിലെ സംഗരൂരിൽ നിന്ന് തുടങ്ങി കർണാടകയിലെ അങ്കോളയിൽ അവസാനിക്കുന്ന ഒരു ഹൈവേ ഇത്, നാഷണൽ ഹൈവേ. ഈ ഹൈവേയിലെ ഇടയ്ക്ക് കുറച്ച് കയറിയല്ലേ നമ്മൾ അന്ന് തിരുപ്പതി പോകാനായിട്ട്? അതെ, കുറേ ദൂരമല്ല ഇത്. മൊത്തം 4 ലൈനൊന്നും അല്ല, ഡബിൾ ലൈനും ഒക്കെയാ. 6 സംസ്ഥാനങ്ങളിൽ കൂടെ പോകുന്ന ഒരു നാഷണൽ ഹൈവേ ഇത്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടെ പോകുന്നുണ്ട്? പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക. അത്രയും സ്ഥലത്തൂടെ പോകുന്നുണ്ട്. അത്രയും സംസ്ഥാനങ്ങളിൽ കൂടെ പോകുന്ന ഒരു ഹൈവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ ഏതാ നേരം? ഏറ്റവും വലിയ ഹൈവേ, ഏറ്റവും നീളം കൂടിയത് കന്യാകുമാരി ശ്രീനഗർ 44, NH44. അത് ഏകദേശം 4100 കിലോമീറ്റർ ഉണ്ട്. ഓ, അതപ്പോ എത്ര സംസ്ഥാനങ്ങളിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു? അത് ഇനിയും നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, പിന്നെ പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ. പിന്നെ ചിലപ്പം ചിലപ്പോൾ ഇത് പിന്നുണ്ടല്ലോ, ഈ 44 എന്ന് പറയുമ്പോൾ ടൗണിൽ കൂടെ കയറിയാ നമ്മൾ പോകുന്ന ബൈപ്പാസ് വഴിയാ. അപ്പം ചിലപ്പം ഡൽഹിയൊക്കെ കയറിയായിരിക്കും മെയിൻ ഹൈവേ പോകുന്നത്. അപ്പോൾ അതും കൂടും. എത്ര കിലോമീറ്റർ? എത്ര ഉണ്ട്? 4100 കിലോമീറ്റർ. അത്ര ഉണ്ടല്ലേ? ആ, എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു അങ്ങ് മോളി വരെയുള്ള ഹൈവേ അല്ലേ. മഹാരാഷ്ട്ര വിട്ടുപോയി കേട്ടോ. അതായത് തെലുങ്കാന കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലേക്ക് കയറുന്നത്. അതെല്ലേ? കേട്ടോ, ഭീമാ റിവറാ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണല്ലോ. അതെ, അത്ര മഴയായിരുന്നു കേട്ടോ. നമ്മൾ വന്ന വഴിക്ക് അധികം മഴ കിട്ടിയില്ലെങ്കിലും നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം ഈ നദിയാണ് അതിർത്തി. വെൽക്കം ടു മഹാരാഷ്ട്ര. അപ്പം ഇനി മഹാരാഷ്ട്രയിലൂടെ സോളാർ പാടം. ഇവിടെ കുറച്ച് ഭാഗത്തായിട്ടാണല്ലോ സോളാർ കൃഷിയാണ് കേട്ടോ. അതെ. അപ്പം ഇത് മഹാരാഷ്ട്രയുടെ ബോർഡർ RTO ചെക്ക് പോസ്റ്റാണ്. വണ്ടികൾ വളരെ കുറവല്ലേ? അതെ, നോക്കിയേ, തിരക്കേ ഇല്ല. അല്ലെങ്കിൽ ഇവിടെ വന്നൊക്കെ 1-2 മണിക്കൂർ ചിലപ്പോൾ ക്യൂ കിടക്കേണ്ടതാ. പക്ഷേ ഇത് ഒറ്റ വണ്ടി പോലും ഇല്ല. ഇത്രയും ഈ ചെക്ക് പോസ്റ്റ് ഇങ്ങനെ കാലിയായിട്ട് കണ്ടിട്ടില്ല. ഒരു വണ്ടി പോലും ഇല്ലെന്നുള്ള. നമ്മുടെ മുന്നേ വന്ന ഇപ്പം വന്നുള്ള ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. നേരത്തെ ഇവിടുന്ന് തൂക്കുന്ന പൈസ കയ്യിൽ നിന്ന് കൊടുക്കണമായിരുന്നു. 218 രൂപ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം അത് ഫാസ്റ്റായി നിന്ന് കട്ടാവും. അതൊരു കണക്കിന് എളുപ്പമല്ലേ? അതെ, കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ബാലൻസ് മേടിക്കാനും ഒക്കെ നിൽക്കണം. അത്രയും കൂടെ താമസം, വണ്ടികൾ വന്ന് വീണ്ടും ബ്ലോക്ക് ആവും. അതെ, ഇതിങ്ങനെ ആക്കിയോണ്ട് എന്ത് എളുപ്പമുണ്ട്. അവിടെ ഫാസ്റ്റാഗിലാക്കിയപ്പം ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞു. അപ്പം ചെക്ക് പോസ്റ്റ് നിർത്തിയിരുന്നല്ലോ. അത് ഇരട്ടി മധുരമല്ലേ? ഇപ്പം ഇനി മഹാരാഷ്ട്രയിലും കർണാടകയിലും കുറച്ച് സ്റ്റേറ്റുകളിലെ ചെക്ക് പോസ്റ്റ് നിർത്താനുള്ളൂ. മധ്യപ്രദേശൊക്കെ ഫുള്ള് നിർത്തിയില്ലേ? എത്ര സ്റ്റേറ്റ്? ബാക്കി എല്ലായിടത്തും നിർത്തി. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പമായില്ലേ? ബോർഡറൊന്നും ഇല്ല, ചുമ്മാ നേരെ പോയാൽ മതി. പുള്ളർ
ഉണ്ടോ, വെയിറ്റ് കുറഞ്ഞ ഒരു ലോഡാണ് അത്. വലിയ വെയിറ്റ് ഒന്നും കാണത്തില്ല. ഓ, വലിയ വെയിറ്റ് ഒന്നും കാണില്ല. അതുകൊണ്ട് ടയർ എത്ര എണ്ണമെന്ന് വെച്ച് നോക്കി. ഒരു ലൈനിൽ 8 എണ്ണം വെച്ചുണ്ട്. കുറഞ്ഞത് അതൊരു എത്ര ലൈൻ ഉണ്ടെന്ന് എണ്ണി നോക്കി. എത്ര ലൈൻ ഉണ്ട്? 14 ലൈൻ, 64 എണ്ണം. 14 8 64 10 74. ആഹാ, 64 ഇതിന് ട്രോളിക്ക്. അത് 8 എണ്ണം വെച്ചാ, 4 എണ്ണം അല്ല. 14 8 എത്ര? 112 ടയർ ഉണ്ട്. ശരിയാ, കണക്ക് തെറ്റിപ്പോയി. 112 ടയർ, പിന്നെ 10 എണ്ണം മറ്റേ പിള്ളേറിനും. അപ്പൊ ഒരു 100 ടണ്ണിന് മുകളിൽ എന്തായാലും വെയിറ്റ് കാണും അത്. ഞാൻ ഓർത്തത് എന്നെ കണക്കായി. ഞാൻ 4 വെച്ച കൂട്ടി. 4 വെച്ച് കൂട്ടിയാലും കണക്ക് തെറ്റാ കേട്ടോ. അതെന്നാന്നോ 64 ഒരു കണക്ക് ഇതിന്റെ ഉണ്ടായിരുന്നു. 64 എണ്ണം ഉള്ളതിന്റെ ഒരു കണക്കുണ്ട് മനസ്സിലുണ്ടായിരുന്നു. അത് 64 പെട്ടെന്ന് പറഞ്ഞേ. അതുണ്ടോ, മെതിക്കുന്ന യന്ത്രങ്ങൾ അതെല്ലാം. കന്നഡ ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞ് മറാത്ത ഗ്രാമങ്ങളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എൻജിൻ ഒരെണ്ണം ഒരാൾ വെള്ളം ഒഴിക്കാതെ ഓടിച്ച് എൻജിൻ നശിപ്പിച്ച കാര്യം പറഞ്ഞല്ലോ. അതെ, അതേപോലെ തന്നെ നമ്മൾ ഈ ലോറി ലൈഫിൽ നഷ്ടങ്ങളുടെ കണക്ക് പറയാനാണ് ഒരുപാടുണ്ട്. അപ്പം പണ്ടൊരു വണ്ടി, അതാ മറ്റേ ലൈലൻഡ് വണ്ടി 12 വീല്. അതെ, അന്ന് കർണാടകയിലൊന്ന് മറിഞ്ഞ് ബെൽഗാമില്. അത് മറിയാഞ്ഞ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഡ്രൈവർ മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചു പകല്. അപ്പം ഈ വണ്ടി ഇങ്ങനെ പാളിപ്പാളി പോകുന്നത് കണ്ടിട്ട് പോലീസ് കൈ കാണിച്ച് നിർത്തിയില്ല. വീണ്ടും പോലീസുകാർ പുറകെ വീഡിയോ എടുത്തോണ്ട് പുറകെ വന്നത്. എനിക്കന്ന് വീഡിയോ ഒക്കെ അയച്ചു തന്നാ. എന്നിട്ട് ഈ വണ്ടി ഇങ്ങനെ പാളി പോയി റോഡിന്റെ താഴെ കുഴിയിലോട്ട് പോയി മറിക്കും. റോഡ് സൈഡിൽ തന്നെ റോഡ് സൈഡിൽ തന്നെ കുഴിയിലേക്ക് പോയി. പാഴ്സലായിരുന്നു ലോഡ്. ഏതെങ്കിലും ഡ്രൈവർമാർക്ക് വലിയ ഭാഗ്യത്തിന് ചെറിയ പരിക്കൊക്കെ പറ്റുള്ളൂ. 2 പേരുണ്ടായിരുന്നു. അപ്പം ഈ മറിഞ്ഞിട്ട് വണ്ടിയുടെ ബോഡി ഫുള്ള് പോയി. ലൈലൻഡ് വണ്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നത് 2018 19 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഫുള്ള് ബോഡിയും ക്യാബിനും എല്ലാം പോയി. പിന്നെ മഴ സമയമായിരുന്നു അല്ലേ? ഈ ലോഡ് എന്നിട്ട് ഇപ്പം വണ്ടി മറിഞ്ഞ് കിടക്കുക. അപ്പോൾ എന്നിട്ട് അവർ വന്ന് പോലീസുകാർ വന്നിട്ടാ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നത്. പോലീസുകാർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവരന്നേരം കൂടെ തന്നെ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ചേട്ടായുടെ നമ്പർ മേടിച്ച് വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് തന്നു. അവർക്ക് ഈ പോകുന്നത് കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി അവിടെ മുന്നിൽ എവിടെയെങ്കിലും പോയി മറിയുമെന്ന്. എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇത് കഴിഞ്ഞ് ഈ വണ്ടി അവിടെ കിടന്ന് പിന്നെ അവിടുന്ന് വേറൊരു വണ്ടി വിളിച്ച് വേണം ഈ ലോഡ് നമ്മൾ മാറ്റി കയറ്റി നാട്ടിൽ കൊണ്ടുവന്നത്. അവിടുന്ന് മാറ്റി കയറ്റാന്ന് പറഞ്ഞാൽ ഒരാളെ നിൽക്കണ്ട, നമ്മുടെ തന്നെ വേറെ 2-3 വണ്ടികൾ നിർത്തി അവരെ കൊണ്ട് പിന്നെ വേറെ പണിക്കാരെയൊക്കെ വിളിച്ച് വേറെ വണ്ടിയും വിളിച്ച് ലോഡ് മാറ്റി കയറ്റി. അപ്പോൾ മാറ്റി കയറ്റി വിടുമ്പോൾ എത്ര രൂപ അവിടെ ചിലവ് വന്നു. അപ്പം നമ്മൾ ഈ അവിടെ നിന്നുള്ള വാടക എന്ന് പറഞ്ഞാൽ 1,50,000 രൂപ നമ്മൾ ഈ ലോഡ് ഇറക്കുന്നിടത്ത് കിട്ടണ്ട. അത് ആ വാടക കിട്ടിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഈ സാധനം കുറച്ച് നനയുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ആ വാടക കിട്ടിയില്ല. പിന്നെ ഇവിടുന്ന് ഈ ലോഡ് കയറ്റി ബെൽഗാമിന്ന് പോയാൽ അന്ന് 70,000 രൂപ അതിന് വാടക കൊടുത്തു. ആ വണ്ടിക്ക് വാടക നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്തു. അപ്പോൾ എത്രയോ 1,5 70 1,75 ആയി. പിന്നെ അത് ക്രെയിന് അവിടെ തന്നെ ക്രെയിന് 10-35 രൂപ അവിടെ തന്നെ ക്രെയിനായി. പിന്നെ ലോഡിങ് കൂലിയും ഈ വണ്ടിയിൽ ഇത് ലോഡ് മറ്റേ വണ്ടിയിലേക്ക് കയറ്റണ്ടേ. അപ്പൊ അതിനുള്ള ചാർജ് അത് എത്ര രൂപയ്ക്ക് കാണും? അതൊരു 10 രൂപയ്ക്ക് കാണും. 10 രൂപയ്ക്ക് മുകളിൽ അത്. അപ്പൊ അങ്ങനെ ആ ഒരു ചിലവ്. അത് കഴിഞ്ഞ് ഈ വണ്ടി ഓടിക്കാത്തില്ലാത്ത കണ്ടീഷനായി പോയി. വണ്ടി പിന്നെ ഇവിടുന്ന് നമ്മുടെ തന്നെ ഒരു വണ്ടിയിൽ പിന്നെ കെട്ടി വലിച്ച് തമിഴ്നാടിന് കൊണ്ടുപോയി, തിരുച്ചങ്കോട് കൊണ്ടുപോയി ബോഡി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫുള്ള് ബോഡി മാറ്റി ചെയ്തു. ഇൻഷുറൻസ് ഫുൾ ബോഡിയും ക്യാബിനും ചെയ്തു. ഇൻഷുറൻസ് കണ്ട് കുറച്ച് പൈസ കണ്ട് കിട്ടിയുള്ളൂ. ഫുൾ കവർ ആയിരുന്നു. ഈ ബോഡി പാർട്സ് ഒക്കെയാണ് എല്ലാത്തിനും കിട്ടത്തില്ല. ഐലാൻഡ് അല്ലേ, കമ്പനിയിലല്ലോ, വെളിയിലും അല്ലേ പണിയുന്നത്. അതിന്റെ 50,000 രൂപ എങ്ങാണ്ട് എനിക്ക് തോന്നുന്നത് കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ പണിതേന് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലായി. 1.5 ഒന്നുമല്ല, പിന്നെ 3-3.5 രൂപ ആയി. പിന്നെ ഫുള്ള് ബോഡി മാറി പണിതാ. ക്യാബിനൊക്കെ മാറിയാ പണിത്. ക്യാബിനെല്ലാം പോയിരുന്നു. ക്യാബിന് തന്നെ 1.5 ലക്ഷം രൂപ ആവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് എന്റെ നഷ്ടം നോക്കി കഴിഞ്ഞാൽ ഒരു 5-6 ലക്ഷം രൂപ അന്നും നഷ്ടം ഉണ്ടായി. പിന്നെ ഇതിലെല്ലാം വ്യത്യാസം ഈ ഇത്രയും ദിവസം 1-2 മാസം വണ്ടി ഓടുന്നില്ല. ഇപ്പം EMI ഉള്ള വണ്ടിയാണെങ്കിൽ ഈ 2 മാസം EMI കയ്യിൽ നിന്ന് അടയ്ക്കണം. ആ 2 മാസം ഓടാത്തതിന്റെ വരുമാനവും ഇല്ല. ഇത് അവിടെ പോയി തമിഴ്നാട്ടിൽ പോയി പണിയാൻ ഒരാൾ അവിടെ നോക്കി നിൽക്കണം. അതിന്റെ ചെലവ് വേറെ. അപ്പം ഈ കഷ്ടപ്പാട് എന്തേരെയാ കൊണ്ടേ മറിച്ചിട്ടേച്ച് പോകുന്ന ഡ്രൈവർ അവിടെ നിന്ന് എടുത്ത ആശുപത്രിയിൽ പോയി കിടന്നേച്ച് പുള്ളിയുടെ വഴിക്ക് അങ്ങ് പോയി. അതിന്റെ കണക്കും കിട്ടിയിട്ടില്ല. ട്രിപ്പിന്റെ കണക്കും കിട്ടിയിട്ടില്ല. ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. അത് ലോറി ഫീൽഡിൽ അങ്ങനെ ഒരു വലിയ ഇതാ. അതുപോലെ ഒരു സമയത്ത് പണ്ട് 6 വീൽ വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഇവിടുന്ന് നമ്മുടെ
ബൽഗാമിൽ നിന്ന് കാനാപ്പൂർ വഴി, അല്ല ബൽഗാമിൽ എല്ലാപ്പൂരിൽ നിന്ന് കാനാപ്പൂർ വഴി കയറി ബൽഗാമിൽ പോയി ഇറങ്ങും. അപ്പം ശരിക്കും അതെന്തിനാന്ന് വെച്ചാൽ ഒരു കാട്ടിക്കൂടുള്ള ഒരു ചെറിയ വഴിയാണ്. അതിലെ കയറി ഇറങ്ങുന്നത് വെച്ചാൽ ഇതിലെ പോകുമ്പോൾ ഏതാണ്ട് 150 രൂപ 200 രൂപ അങ്ങോട്ട് ടോളുണ്ട്. ഇതിലെ പോകുമ്പോൾ ആ ടോളില്ല. അത് ലാഭിക്കാൻ വേണ്ടിയാണ് ഇതിലേ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിലേ പോയാലും ടോളിൻ്റെ പൈസ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിലേ അങ്ങ് കയറിപ്പോകും. അങ്ങനെ അതിലേ വന്ന ഒരു വണ്ടി, നമ്മുടെ വണ്ടിക്ക് ഉണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് വണ്ടികൾ അങ്ങനെ വന്ന് ഒരുപാട് അപകടങ്ങൾ അവിടെ വെച്ച് സംഭവിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഒരു പ്രാവശ്യം നമ്മുടെ വണ്ടിയുടെ മുന്നേ വന്ന് ഒരു ബൈക്കാരൻ വന്ന് ഇടിച്ച് ആൾ മരിച്ചു പോയി. ആ വഴി വെച്ചാൽ, ചെറിയ വഴി വെച്ച്. പക്ഷേ വേറൊരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും ഇടയില്ല. ഇതിലെ നല്ല അടിപൊളി വഴി കിടക്കുക, അന്നേരം ഇതിലേ പോകുന്നത്. അതിലേ പോകുമ്പോൾ ഈ ടോള് 100-200 രൂപ ലാഭിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ ഡീസൽ ചിലവ് കൂടുതൽ. ഈ നല്ല വഴിക്ക് ഓടുന്നതും ഈ മോശം വഴി കയറ്റം കയറി പോകുമ്പം ഡീസൽ കൂടുതലാവും. ഡീസൽ കൂടുതലായാലും പിന്നെ അതൊന്നും ഡ്രൈവറെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പം ആ ചെറിയൊരു ലാഭത്തിന് വേണ്ടി വന്നത്. എന്നിട്ട് അവിടെ വെച്ച് ഒരു പ്രാവശ്യം ഒരു ബൈക്കാരൻ വന്ന് ബൈക്കാരൻ്റെ അടിച്ച് പുള്ളി മരിച്ചു പോയി. അന്ന് പിന്നെ കോടതി ചെലവും പിന്നെ ആ കേസും എല്ലാം ആയിട്ട് അത് കുറേ നാള്. പിന്നെ വീണ്ടും വേറൊരു വണ്ടി, അത് കോടതി ചെലവ് മാത്രം, അവിടെ പോലീസ് സ്റ്റേഷൻ ചെലവും ജാമ്യത്തിന് ചെലവ്, ഇതിനെല്ലാം പൈസ ചെലവല്ലേ. വണ്ടി ഇറക്കാനും നല്ല ചെലവാ അങ്ങനെയുള്ളടത്തൊക്കെ സംഭവിക്കും. പിന്നെ 2 വണ്ടിക്കാണ് വെച്ചു. പിന്നെ അത് പക്ഷെ ഒരു വണ്ടിയിൽ ഒരു ബൈക്കുകാരൻ മരിച്ചു പോയായിരുന്നു. പക്ഷെ മറ്റേ നീ പറഞ്ഞ അത് ആൾക്ക് കുഴപ്പം പരിക്കെങ്ങാണ്ട് ഉണ്ടായിരുന്നു. അത് പിന്നെ കുറെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു. അപ്പൊ ആ ഡ്രൈവർ എന്ത് ചെയ്തു, അവിടുന്ന് വന്ന് എല്ലാപ്പൂര് അവിടെ വന്നേച്ച് അവിടെ വണ്ടി ഇട്ട് ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോവാന്ന് പറഞ്ഞു. പുള്ളി അതിലേ കയറി പോയിട്ട് ആക്സിഡന്റ് ആയിട്ടാ സംഭവിച്ചത്. അപ്പൊ അത് എന്തായാലും നമ്മൾ എന്തിനാ പോയെന്നും പറഞ്ഞ് നമ്മള് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും പറയുമല്ലോ, പറഞ്ഞേ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, വണ്ടി അവിടുന്ന് കൊണ്ടുവന്ന് എല്ലാപ്പൂരും ലോക്ക് ചെയ്തിട്ട് അവിടെ ഒരു കടയിൽ താക്കോലും കൊടുത്തിട്ട് പോയി. അത് പിന്നെ പുറകെ നമ്മുടെ വന്ന വണ്ടിയുള്ള ആളെ വിട്ടിട്ടാ ആ വണ്ടി എടുത്തത്. അപ്പൊ അങ്ങനെ എന്തെല്ലാം കഥകൾ ഒരുപാട് ഓർത്തെടുക്കാൻ ഒരുപാടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതേപോലെ ചെറിയ ഒരു ശ്രദ്ധക്കുറവോ അല്ലെ ചെറിയൊരു ലാഭം നോക്കി പോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ വലുതാണ്. ഇതിപ്പം ഞങ്ങള് ഈ വണ്ടിയെ പോയി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം ഇന്ന് അവിടെ സംഭവിച്ച ഈ വഴിക്ക് പോയിട്ടാണ്. ഇതൊന്നും അറിയത്തില്ലാത്തവർക്കാണ് ഇത് അറിയത്തില്ല, സംഭവം പോലും അറിയത്തില്ല. എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ ഇത് ഇന്നടത്താന്ന് പറയുമ്പോൾ പോലും ആ സ്ഥലം അറിയാമെങ്കിലേ അറിയത്തുള്ളൂ ഇത് ഇന്ന റൂട്ടാണെന്നാണ് മനസ്സിലാവുള്ളൂ. അപ്പൊ അല്ലാത്തവർക്കാണെങ്കിൽ ഇതൊന്നും അറിയത്തില്ല, അവിടെ വെച്ച് സംഭവിച്ചു അത്രേ ഉള്ളൂ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നാ പറയാനാ ഇതൊക്കെ ഇങ്ങനെ. പക്ഷെ ഇതിന്റെ ഈ മോശം വശങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇതൊക്കെ വരുത്തി വെക്കുന്ന കാര്യങ്ങളാ, അല്ലെങ്കിൽ ഇതൊന്നും നല്ലപോലെ ശ്രദ്ധിച്ചു പോയാലൊന്നും സംഭവിക്കത്തില്ലാത്ത കാര്യങ്ങളാ. അപകടങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം. പക്ഷെ അത് ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് വെച്ചാൽ ഒരുവിധം റോഡുകളെല്ലാം 4 ലൈനായി. 4 ലൈൻ ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വണ്ടി വരുന്നില്ലാത്തതുകൊണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് അപകടങ്ങൾ ഭയങ്കര കുറഞ്ഞു, വളരെ കുറവായിട്ട്. പണ്ടൊക്കെ പോകാൻ പേടി, നമ്മൾ കാലത്ത് വണ്ടിയെ പോകാൻ പേടിയാണ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. അതുപോലെ രാത്രിക്കാണെങ്കിലും ഒരാൾ ഓടിക്കുമ്പോൾ വണ്ടിയെ കിടക്കാൻ പേടിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഇങ്ങനെ വണ്ടി തൊട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരു ശകലം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്ന ആൾ ഒരു മയക്കത്തിൽ വരുവോ അല്ലെ നമുക്കൊരു നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആൾ ഉറങ്ങിയാ വരുന്നെങ്കിൽ നമുക്ക് ഒരു സുരക്ഷയില്ല. അല്ല, നമ്മൾ ഉറങ്ങിപ്പോയില്ലെങ്കിലും വരുന്ന ആൾ ഉറങ്ങിയാ വരുന്നെങ്കിൽ നേരെ ഇടിയാ. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പേടിയാ. അപ്പം നമ്മൾ എത്ര ശ്രദ്ധിച്ചു പോയാലും ഓപ്പോസിറ്റ് വരുന്ന ഒരു ശ്രദ്ധിക്കാതെ വരുന്നെങ്കിൽ അല്ലെ ചെറിയൊരു മയക്കത്തിൽ വന്ന് ഇങ്ങനെ ഒന്ന് കറക്റ്റ് 2 വണ്ടി പാസ്സാകാനുള്ള വഴിയേ അന്ന് വീതിക്കുള്ളൂ, അല്ല വീതിയെ റോഡിനുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പം ഒരുപാട് അപകടങ്ങൾ അന്നൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് അപകടങ്ങൾ വളരെ കുറവ്. കാരണം വെച്ചാൽ ഓപ്പോസിറ്റ് വണ്ടി വരുന്നില്ല വലിയ റോഡിൽ പോകും. അപകടമൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് പിന്നെ വണ്ടി ഓടിക്കാൻ പേടിയാ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് കോഴിക്കോട് വെച്ച് ഒരു ആക്സിഡന്റ്, 2 ലോറി നേരെ ഇടിച്ചു. കൊയിലാണ്ടി ചേട്ടയുണ്ട്. അത് ഒത്തിരി വർഷം മുന്നേ, എനിക്ക് 2000-ലോ 2001-ലോ കൊയിലാണ്ടി കൊല്ലത്ത് വെച്ച് 2 ഡ്രൈവർമാരുടെ അരയ്ക്ക് താഴോട്ട് വണ്ടിക്കിടെ 2 പേരും മരിച്ചു പോയായിരുന്നു. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കാൻ തോന്നുന്നു. അത് കുറച്ചു നേരമൊന്നുമല്ല, അവിടെ എനിക്ക് വന്ന ഒരു 2 മണിക്കൂർ ഈ ആക്സിഡന്റ് ആയിട്ട് 2 മണിക്കൂറോളം ഈ 2 പേരും ആ വണ്ടിയെ തന്നെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഫയർഫോഴ്സ് എല്ലാം വന്ന് വണ്ടിയുടെ ക്യാബിനെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇവരെ പുറത്തെടുത്തത്. അതിനാ വെച്ചാൽ അരയ്ക്ക് താഴോട്ട് പൂർണ്ണമായിട്ടും ജാമായി പോയി. 2 വണ്ടിയും കൂടെ നേരെ എന്ന് പറഞ്ഞാൽ സിമെന്റ് വണ്ടി അങ്ങോട്ടായിരുന്നു, നേരെ ഇങ്ങനെ ഇടിച്ചാൽ കയറിപ്പോയി. അപ്പൊ ഈ വേറെ വണ്ടി ഇട്ട് വലിച്ചിട്ടൊന്നും ഇത് വിട്ടു പോരുന്നില്ല. ഇവരെ 2 പേരെ എടുക്കത്തില്ല. ഭയങ്കര ചോരെ കുളിച്ചിരിക്കുക. ആൾക്കാർ കയറി 1-2. അത് കേരളത്തിലായതുകൊണ്ട് അത്രയും പെട്ടെന്നെങ്കിലും എടുത്തോണ്ട് പോയി. 2 പേർക്കും ജീവനുണ്ട്. 2 പേരും ഇങ്ങനെ വർത്താനം പറഞ്ഞ് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അന്നൊക്കെ അത് ആ ട്രിപ്പ് പോയ വളരെ പേടിച്ചാ പോയെ. അതുപോലെയുള്ള അപ്പം ഇതൊക്കെ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോൾ പോലുമാണ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതെന്ന് ഓർക്കണം. അപ്പം ഇനി ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളല്ലാതെ ഉണ്ടായാലും ഈ മെയിനായിട്ട് വരുന്ന ആളെ 2 അടിക്കുന്നെങ്കിൽ ആൾക്ക് അന്നേരം ഓടിക്കണം.
അങ്ങനെ ഈ ഒത്തിരി അപകടങ്ങൾ അങ്ങനെ ഈ അശ്രദ്ധ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊക്കെ പിന്നെ വളരെ കുറവാണ്, പിന്നെ അങ്ങനെ പോകുന്നവരൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. പിന്നെ നല്ലപോലെ പോകുന്നവരുണ്ട്. ഇതിന്റെ പേര് വരുന്നുണ്ടല്ലോ എല്ലാവർക്കും കൂടാണ്, ഈ നല്ല രീതിയിൽ പോകുന്ന ആൾക്കും കൂടാണ് പേര് വരുന്നത്. അതാണ് വിഷയം. അന്ന് നമ്മൾ 2007 മറ്റേ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, ആ കോട്ടത്തുണ്ടായിരുന്ന ഒരു വണ്ടി, 72 എന്ന് പറഞ്ഞ വണ്ടി, കാൽഫൈ 72 എടുത്ത രാജേഷിന് ഒരു അപകടം ഇതുപോലെ ഉണ്ടായി. ഇതുപോലെ ഉറങ്ങിപ്പോയി, ഇങ്ങനെ വന്ന് ഉറങ്ങിപ്പോയിട്ട് വേറൊരു വണ്ടി കിട്ടി തട്ടിയിട്ട് ഈ ഇവിടെ ഇപ്പോഴും കുഴിയാണ്. അതെ, ഇങ്ങനെ ആംഗ്ലർ ആണല്ലോ വണ്ടിയുടെ ബോഡി മൊത്തം, ക്യാബിൻ ലൈലൻഡ് ബോഡിയാ, ലൈലൻഡ് തമിഴ്നാട് ബോഡി. അപ്പോൾ ഈ ഇടിച്ചിട്ട് ഈ ആംഗ്ലർ വന്ന് ഇങ്ങനെ തലയ്ക്കകത്ത് കയറിപ്പോയി ഇവിടെ ഇപ്പോഴും ഒരു ബോണ്ടായുടെ വലിപ്പത്തിൽ ഇവിടെ കുഴിയാണ്. അപ്പം ഞാൻ അന്ന് വണ്ടി വന്നിട്ടില്ല, നമ്മുടെ 2 വണ്ടി കൂടെ ഉണ്ട്. അപ്പോൾ ഈ വണ്ടി അവിടെ ആക്സിഡൻ്റായി. അന്നേരം ആക്കിയാലും പുറകെ വന്ന 2 പേർ, ഒരാൾ കണ്ണൂരുകാരനും സുനിൽ ഇപ്പം KSRTC പിന്നെ പവിത്രൻ കാസർഗോഡുകാരൻ. ഇവർ 2 പേരും നമ്മുടെ 2 വണ്ടിയിലായിട്ട് വരുന്നുണ്ട്. അവർ വിളിച്ച് ഇന്നാളെ ആ വണ്ടി അവിടെ ആക്സിഡൻ്റായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ ചെയ്യല്ലേ, അവിടെ നിൽക്കുക, എന്നിട്ട് ആളെ ഹോസ്പിറ്റലിൽ പോകാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അവിടുന്ന് ഏകദേശം ഇവർക്കെല്ലാം ഭാഷയെല്ലാം അറിയാവുന്നവരാണ്. ഇവർ നേരെ എന്ന് രാജേഷ് ഇതുപോലെ ഇവിടെ മൊത്തം ചോരയാണ്. എന്നിട്ട് തലയെല്ലാം പൊട്ടി ഭയങ്കര ഇതായ ആൾ പോകേണ്ടതാണെന്ന്. പക്ഷേ ഇവരുണ്ടായിരുന്നതുകൊണ്ട് ഇവർ അന്നേരം വണ്ടി വിളിച്ച് നേരെ മണിപ്പാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവരവിടെ നിന്ന് 2-3 ദിവസം അവിടെ നിന്ന് പിന്നെ വീട്ടിൽ നിന്ന് ആളിൽ 5 ആക്കിയാലും ആൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഒരാൾ നമുക്കുണ്ടെങ്കിൽ ഒന്ന് പരിചയമില്ലാത്ത സ്ഥലത്ത് എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് എത്ര ഈ ആൾ ആരാണോ എന്നാന്നോ വന്ന ആൾക്കാർ, അവിടെ ഉള്ളവരും അല്ല, വെളിയിൽ നിന്ന് വന്ന ആൾക്കാർ ആര് നിൽക്കാനോ കൂടെ. അപ്പോൾ അവരുണ്ടായിരുന്നോണ്ട് അന്ന് ആൾ രക്ഷപ്പെട്ടു. അതുപോലെ എത്ര കഥകൾ ഒക്കെ. പിന്നെ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ വരുത്തി വെക്കുന്ന സ്വയം. പക്ഷെ ശ്രദ്ധിച്ചു പോയാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പണ്ടത്തെ ഒരു 100-1 റിസ്ക് ഇല്ല ഇന്നിപ്പം ഈ നാഷണൽ ഹൈവേ കൂടെ പോകാൻ. ഓപ്പോസിറ്റ്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, രാത്രി ഇരുന്ന് ഓടിക്കുന്ന സമയത്തൊക്കെ ഉറക്കം വരാതെ മാത്രം നോക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഉറക്കം വരുന്നുണ്ട് വന്നാൽ വണ്ടി നിർത്തുക, ഓടിക്കരുത്. ഷോളാപ്പൂരെത്തി, ബീജാപ്പൂരിൽ നിന്ന് ഷോളാപ്പൂര് പെട്ടെന്ന് എത്തി. എന്നാന്നറിയോ, വഴി നല്ല വഴിയല്ലേ, നിരപ്പ് വഴി, 4 ലൈൻ പെട്ടെന്ന് ലെവലുവാ. ഇവിടെ നമുക്കേ ഹൈവേന്ന് താഴെ ഇറങ്ങണം. ഇത് പൂനെ ഷോളാപ്പൂർ റോഡാ. ഇതുണ്ട്, ആ വണ്ടി ഇറങ്ങി പോകുന്നുണ്ടോ, ആ വഴിക്ക് വരണം. അതിലേ വരണം അല്ലേ. കുറച്ചു ദൂരം നമ്മൾ 52-ൽ നിന്ന് ഇറങ്ങി 65 കയറും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 52-ലേക്ക് ഒന്ന് കയറും. തന്നെ ഇവിടെ പ്രശ്നം എന്തോ സംഭവിച്ചല്ലോ. അല്ലെ, ആക്സിഡന്റ് ആണോ അറിയത്തില്ല, എന്നാന്ന് അറിയത്തില്ലല്ലോ. അത് ആക്സിഡന്റ് ആണെന്നാ തോന്നുന്നു കേട്ടോ. ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നല്ലേ. ഒന്നും കാണുന്നില്ല, വണ്ടി തട്ടിയൊന്നും കാണുന്നില്ല. ബൈക്ക് ഇല്ല, ആക്സിഡന്റ് ഒന്നും അല്ലെന്ന് തോന്നുന്നു. വണ്ടിയൊന്നും തട്ടിയിട്ടൊന്നും ഇല്ല. എന്തോ പ്രശ്നമാണ്. ഇനി കാറിൻ്റെ വല്ലതും ചെറുതായിട്ട് തട്ടിയാണോ? നോക്കുക. വണ്ടി പോയി. അതെ, ആക്സിഡന്റ് അത് ഈ ബൈക്കേ വന്നാ നമ്മൾ അവിടെ വെച്ച് വഴിക്ക് കണ്ടില്ലേ, 2 റൈഡർമാരാ, ഒരു ലേഡിയും ഒരാളൂടെ വന്നേ, അവിടെ ഒരു പാലത്തെ ഇരിക്കുന്ന കണ്ടായിരുന്നു. അവരാ കാറെ കയറി പോയത്. എനിക്ക് വന്ന ബൈക്ക് ഇവിടെ വന്ന് മറിഞ്ഞു വീണാ. ഈ സ്പീഡ് വന്ന ചിലപ്പോൾ ഈ വളവിന് വീണായിരിക്കും. വണ്ടിക്കിട്ട് തട്ടിയല്ല. അല്ല, അത് അവരെ അത്ര ശ്രദ്ധിച്ചായിരുന്നല്ലേ. അപ്പം അതെന്നാന്നോ ശ്രദ്ധിക്കാൻ കാര്യം എന്നാ വെച്ചാൽ ആ പാലത്തേലിരുന്ന ആ ലേഡി അവിടെ നിന്ന് സേർട്ട് വലിച്ചോണ്ടിരുന്നത്. പയ്യൻ സേർട്ട് വലിക്കുന്നുമില്ലായിരുന്നു. അതെ, ആ പാലത്തെ കൂടെയാണ്, ആ മോളിൽ കൂടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇത് ഷോളാപ്പൂർ ടൗണിലേക്ക് ഈ 52 ടൗണിൽ കൂടെ പോയി. നമ്മളിപ്പോൾ ഈ റോഡിൽ കയറിയിട്ട് വീണ്ടും 52 ചെന്ന് കയറും. ഈ വഴിയെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാലേ അതുണ്ടോ, തിരിച്ചു വരികയാണെങ്കിൽ ഇതുണ്ട്, ആ വണ്ടി കയറി പോകുന്നുണ്ടോ, അതിലേ വന്ന് നമ്മൾ അങ്ങനെ കയറി. ഇതിലെയൊക്കെ മിക്കവാറും നമ്മൾ രാത്രിക്കായിരുന്നു വരുന്നത്. അവിടെ പോലീസുകാരുണ്ട് കേട്ടോ, പിരിവ്. ഇപ്പം നമ്മൾ പോകുന്നത് ഹൈദരാബാദ് ഡയറക്ഷനിലാണ് പോകുന്നത്. നേരെ പോയാൽ ഇത് ഹൈദരാബാദാണ്, പുറകെ ബൈക്കിലേക്ക് പോയാൽ പൂന. നോക്കിയാൽ വരുന്നില്ലേ അന്ന്. ആ സൈഡ് വേറെ വണ്ടി വരുന്നു. ഇത് എളുപ്പം നോക്കി വരുന്ന. നമ്മളിവിടെ ഒഡീഷയിൽ ചെന്നിട്ട് സൂര്യ വരട്ടി പോലെ ഇങ്ങനെ കയറി വന്നു വെച്ചാൽ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ വരട്ടുകയും ചെയ്യും. സൂര്യൻ കൂടെ വേണ്ടായിരുന്നു. അതെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഹൈദരാബാദ് റൂട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയണം. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ NH 52 വീണ്ടും നമ്മൾ NH 52-ൽ വന്ന് കയറി. വീണ്ടും 52 കയറി അല്ലേ. അതെ, ശകലം ദൂരം 65 വഴി വന്നു. ഇതിലെ നേരെ നമ്മൾ ഔറംഗാബാദ് കേട്ടോ. ഔറംഗാബാദ് തുൽജാപൂര ബീഡ് ഔറംഗാബാദിന്റെ പുതിയ പേരാണ് ഛത്രപതി സംഭാജി നഗർ.
ഓട്ടോയുടെ പുറകെ കണ്ടോ ഗ്രില്ലിട്ടേക്കുന്നത്? അതെ, ആളെ കയറി ഇരിക്കല്ലേ, വെളിയിൽ പോകരുത്, അതാണ്. അല്ലെങ്കിൽ ചുമ്മാ ഓപ്പൺ ആയിട്ടിരിക്കല്ലേ ചെയ്യുന്നത്. അതെ, നല്ല. വൈകുന്നേരം ഒരു നാടൻ ചായ കുടിച്ചിട്ട്. നാടൻ പാല് കിട്ടിയില്ല. അതെ, ചായ. പാല് കിട്ടിയില്ലെങ്കിലും ചായ നമ്മളൊരെണ്ണം വെക്കുമ്പോൾ നാടൻ ചായ ആവുമല്ലോ. അതെ, കടയിൽ നിന്ന് കുടിക്കുന്നതിലും ഭേദമല്ലേ. നല്ലൊരു ചായ വെച്ചോ കേട്ടോ. അതെ, ചെറുകടി വല്ലതും വേണോ? എന്നാ ഉള്ളേ? വേണോ? ഏത്തക്ക പൊളി ഉണ്ടോ? പഴംപൊരി? ഏത്തക്ക പൊളി തരാം, അല്ലേ ബോണ്ട, എന്നാ വേണ്ടെന്ന് പറഞ്ഞാൽ. പഴംപൊരി ഉണ്ടോ? എനിക്കത് പഴംപൊരി മതി. ആയിക്കോട്ടെ. നാടൻ ചായ നാളെ ആയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. എന്നാ പറ്റി? പാല് പിരിഞ്ഞു പോയി. അതാ കവർ പാലായിരുന്നു. കവർ പാലായിരുന്നു, തിളച്ച് വന്നപ്പോൾ ഇതുണ്ടോ പിരിഞ്ഞു പോയി. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും കട ഉണ്ടെങ്കിൽ അവിടുന്ന് ഇവിടുത്തെ നാടൻ ചായ ഒരെണ്ണം കുടിച്ചിട്ട് പോകാം. അല്ല, അല്ലെങ്കിൽ കടുങ്കാപ്പി വെച്ചപ്പോരേ. കടുങ്കാപ്പിയോ കടിഞ്ഞായോ എന്തെങ്കിലും വെച്ചപ്പോരേ. എന്നാ പിന്നെ കടുങ്കാപ്പി വെക്കാം. ഞാൻ അതിന് വേണ്ടി ഇനിയും നിർത്തണ്ടല്ലോ. ചായക്ക് പകരം കടിഞ്ചായ ആയി പോയി. പൊടിക്കട്ടൻ. ആയിക്കോട്ടെ. അവിടെ എന്നാ കൊതുകായിരുന്നു. അതെ, എന്നെ കടിച്ചു ഭയങ്കരമായിട്ട്. എന്നെയാണെ കൊതുക് കടിക്കുന്നതല്ല, എൻ്റെ കൈയെല്ലാം കടിച്ചിട്ട് കൈ ഇപ്പം തടിച്ചു വന്നു. കടിക്കുന്ന അറിയത്തുമില്ല. അതെ. ദുലെ 450, ഛത്രപതി സംഭാജി നഗർ 302 കിലോമീറ്റർ ഉണ്ട്. നഗറല്ലേ? നഗറല്ല, ഔറംഗാബാദ്. അഹമ്മദാറിന്റെ പേരിപ്പം അഹല്യ നഗർ എന്നാ. അതിലേ പോകുന്നില്ലല്ലോ, വേറെ ഇതിലേ പോവാം. ഇങ്ങോട്ടേ നമ്മൾ ആ വന്ന സ്ഥലങ്ങളെക്കാട്ടി കൂടുതൽ മഴ പെയ്തിട്ടുണ്ട്. എന്നാന്നറിയോ, ഇതുണ്ടോ ഇവിടെ എല്ലാം നല്ല പച്ചപ്പല്ലേ. അതെ, നല്ല പുല്ലൊക്കെ കിളുത്ത് നല്ല പച്ചപ്പായി. ഇങ്ങോട്ട് നോക്കിയേ, എന്നാ കളറാണ്. നീലാകാശം അല്ലേ, ചുമലാകാശം അല്ലേ. സൂര്യൻ അങ്ങ് അസ്തമിച്ചു എന്ന് പറയാം. ഈ സമയത്തെ പകല് കൂടുതലാ. പേഴകാലായി, പക്ഷെ നല്ലപോലെ ഇരുട്ടിയിട്ടില്ല. ദുലെ 371, എല്ലോറൊക്കെ 316 കിലോ. ഇന്നിപ്പോൾ വൈകിട്ടൊന്നും വെച്ചില്ല, നമുക്ക് ഇന്ന് വൈകിട്ടത്തെ അത്താഴം കടയിൽ നിന്നാട്ടെ. ആയിക്കോട്ടെ. കൊക്ക് ഉഴപ്പായി ഈ പ്രാവശ്യം. കുഴപ്പമൊന്നുമില്ല, സമയമില്ല, വണ്ടി ഓടിയതുണ്ടേ. അതിനെ എക്സ്പ്രസ്സിലോടൊന്നും അല്ലോ, പൈനാപ്പിളും ഇഞ്ചിയൊന്നും അല്ലോ. എക്സ്പ്രസ് ഒന്നും അല്ല, എങ്കിലും പാർട്ടി വിളിച്ചു, ഈ സാധനം അവർക്ക് അരച്ച് കൊണ്ട് കൊടുക്കണ്ടേ. കേട്ടിട്ട് 3-4 ദിവസമായില്ലേ. അതൊന്നും കുഴപ്പമില്ല. ചിനി വന്ന സാധനമൊന്നുമല്ല, എങ്കിലും അവര് കാശ് മുടക്കിയ സാധനം പെട്ടെന്ന് വരാനായിട്ട് അവർ വിളിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതിനൊരു സമയമുണ്ട്. അങ്ങോട്ട് ചെല്ലി സമയങ്ങളെ നമുക്കങ്ങ് പോയേക്കാം. ചപ്പാത്തിയും ഡാൽ തടുക്കയും. ഡാൽ തടുക്കകത്ത് മുളകില്ലല്ലോ. മുളകില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര ഇതായിട്ടില്ല. കഴിക്കാലും റൊട്ടിയല്ല, തന്തൂർ റൊട്ടിയല്ല, അത് ചപ്പാത്തി കിട്ടി. ചപ്പാത്തി കുഴപ്പമില്ല. അതെ, കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, കഴിച്ചു നോക്കാം. കഴിച്ചു നോക്ക്. അതെ, ചപ്പാത്തി അധികം കഴിക്കണ്ട കേട്ടോ. അതിനെ ഒത്തിരി വയറ് നിറഞ്ഞാൽ ഉറക്കം വരും. രാത്രി കുറച്ച് വണ്ടി ഓടിക്കണം. അല്ല, വണ്ടി ഞാനിപ്പോൾ ഓടിക്കും, അതൊന്നുമില്ല. ഉറക്കം വന്നാൽ നമ്മൾ ഒതുക്കി കിടന്നുറങ്ങും. ചപ്പാത്തി 2 ചപ്പാത്തി കഴിക്കുള്ളൂ. എങ്ങനെയുണ്ട്? നല്ല ചപ്പാത്തിയാ, കുഴപ്പമില്ല. കറി എങ്ങനെയുണ്ട്? കറിയും കുഴപ്പമില്ല, പക്ഷെ ഡാൽ തടുക്ക ഇങ്ങനല്ല, വ്യത്യാസമുണ്ട്. എൻ്റെ ഡാൽ തടുക്ക ഇങ്ങനല്ല. തൽക്കാലം ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാതെ. കുഴപ്പമില്ല, പക്ഷേ ഇത് ഇച്ചിരി വറ്റൽമുളകൊക്കെ വറുത്ത് ഇതിനകത്തിട്ട് ഇച്ചിട്ട് മുളകും എരിവ് വറുത്തൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. ഉറക്കമൊന്നും വരുന്നില്ലല്ലോ? ഇല്ല, ഉറക്കമൊന്നും വരുന്നില്ല. ഞാൻ ഒരു ശാലനേരം കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോന്ന്. അത് കഴിച്ച പുറത്ത് എങ്ങനെ കിടക്കുന്നേ, കുറച്ച് കഴിഞ്ഞ് കിടന്നാൽ മതി. ആയിക്കോട്ടെ. അപ്പോഴേ ഞാൻ പതുക്കെ കിടന്നൊന്ന് ഉറങ്ങിക്കോ. ഉറക്കം വരുമ്പോൾ വിളിച്ചാൽ മതി. വഴിയൊക്കെ അറിയാലോ, കുഴപ്പമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. അപ്പം ഇടയ്ക്ക് ഉറക്കം വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നിർത്തി ഒരു ചായ കുടിക്കുക, വണ്ടി ചുറ്റും ഒന്ന് ഓടുക, ടയറൊക്കെ ഒന്ന് നോക്കുക. അതും കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ആയിക്കോട്ടെ. ഉറങ്ങിക്കോ. ആയിക്കോട്ടെ. അപ്പം ഗുഡ് നൈറ്റ്.